വാൻകൂവർ ഡൽഹി എയർ ഇന്ത്യ വിമാനത്തിലെ പൈലറ്റ് മദ്യപിച്ചിരുന്നു എന്ന ആരോപണത്തിൽ എയർ ഇന്ത്യ രൂപീകരിച്ച സമിതിയുടെ അന്വേഷണം തുടങ്ങി. ഈ മാസം 26-ാം തീയതിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കും. കനേഡിയൻ വ്യോമയാന നിയന്ത്രണ ഏജൻസിക്കാകും റിപ്പോർട്ട് കൈമാറുക. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. പറയാ അച്യുതൻ. SKN ഈ കഴിഞ്ഞ മാസം 23-നായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതായത് വാൻകൂവർ ഡൽഹി എയർ ഇന്ത്യയുടെ വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുൻപാണ് പൈലറ്റ് മദ്യപിച്ചിട്ടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തിയതും പിന്നീട് മറ്റൊരു പൈലറ്റിനെ ഈ ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്നതും. ആ സംഭവത്തിൽ നേരത്തെ തന്നെ കാനഡ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അറിയിച്ചിരുന്നു. അങ്ങനെ DGCA എയർ ഇന്ത്യയോട് ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് എയർ ഇന്ത്യ ഒരു ആഭ്യന്തര അന്വേഷണ സമിതി ഇതിനായി രൂപീകരിച്ചത്. ആ സമിതി ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഈ മാസം 26-നുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കി ആദ്യഘട്ട റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് അറിയിക്കുന്നത്. കനേഡിയൻ വ്യോമയാന നിയന്ത്രണ ഏജൻസിക്കായിരിക്കും ഈ റിപ്പോർട്ട് കൈമാറുക. എന്താണ് സംഭവിച്ചത്, അതിൽ പൈലറ്റ് മദ്യപിച്ചിരുന്നോ, എന്താണ് പിഴവുണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും കൈമാറുക. എന്തായാലും ഏറെ ആശങ്കകൾക്ക് ഇടയാക്കിയതും ഒപ്പം തന്നെ കാനഡ ഇത്തരത്തിലുള്ള ഒരു ആശങ്ക അറിയിച്ചതുമായ ഒരു സംഭവമാണ് അന്നുണ്ടായത്. SKN. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.